ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കേട്ടോ. കന്യാകുമാരിയിലെ ആ സൺറൈസൊക്കെ കാണുന്ന ആ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം 5 മണിയോടെ തന്നെ ആളുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഈ സൺറൈസ് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം 5:30 5:30ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമുക്കിനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്കിതിൻ്റെ സൂര്യൻ്റെ ഉദയം ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന്. കാരണം ശരിക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണണം, ആ സൂര്യൻ്റെ ഉദയം എങ്ങനെയാണെന്നുള്ളത്. നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ സൂര്യ ഉദയം കാണാനായിട്ട്. നല്ല തിരക്കാണ്. കാരണം കംപ്ലീറ്റ് എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഈ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ. ഞങ്ങൾ ഇവിടെ നടന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഒരു ചർച്ചുണ്ട്. ചർച്ചിനടുത്തായിട്ടാണ് ആ വ്യൂ പോയിൻ്റ് ഉള്ളത്. കാരണം ഇത് കടലിലേക്ക് കുറച്ച് കല്ലൊക്കെ ഇട്ട ഒരു ഇതാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ സൺറൈസ് കണ്ടത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു സൺറൈസ് നമുക്ക് വേറെ ഏത് കടപ്പുറത്ത് പോയാലും കാണാൻ പറ്റുന്നുണ്ട്, അസ്തമയം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഉദയം കാണുന്നെങ്കിൽ ശരിക്കും നമ്മൾ കന്യാകുമാരിയിൽ തന്നെ വരണം. ആ ഒരു ഫീലെന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീല് തന്നെയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ തന്നെ അവിടെ ഒരു സൈറൻ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. അത് നമുക്ക് ആ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ ശരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കന്യാകുമാരിയിൽ പോയി ഈ സൺറൈസ് കാണണം. അതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ സൺറൈസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.